നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഗോപാൽജിയെ പോലൊരു ശത്രുവിനെ ഉണ്ടാക്കിയിട്ടാ കുഞ്ഞിന് ഒരു കുഴപ്പവും വരാതെ നോക്കാൻ പറ്റുമെന്ന് അവൾ ഉറപ്പ് പറയുന്നത്. ഒരു തവണ ഇവളുടെ ജോലി കാരണം കുഞ്ഞിനെ നഷ്ടപ്പെടേണ്ടതായിരുന്നു. അന്ന് എന്തോ ഭാഗ്യത്തിന് കുഞ്ഞിനൊന്നും പറ്റിയില്ല. പക്ഷെ എപ്പോഴും അങ്ങനെ ഭാഗ്യം കൂടെ ഉണ്ടാവുമെന്ന് കരുതാൻ പറ്റില്ല. ഇങ്ങനെ പോയാ അമ്മയുടെ പേരക്കുട്ടിയുടെ കാര്യത്തില് ഒരു തീരുമാനമാവും. നീ എന്തിനാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതെന്നൊന്ന് പറയാമോ? കുറെ നേരമായി ഇവിടെ നോക്കി വെക്കാൻ തുടങ്ങിയിട്ട്. എനിക്ക് പോയിട്ട് വേറെ ജോലിയുള്ളതാ. ഇതിനേക്കാളും വലിയ ജോലി ഒന്നുമില്ല ഡാഡി. ഇത് ഡാഡിയുടെ രാഷ്ട്രീയ ഭാവിയുടെ കാര്യമാണ്. നീ എന്നെ സഹായിക്കാനായിട്ട് എന്തോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതിനെക്കുറിച്ച് ഓർത്ത് ഞാൻ പേടിക്കണോ അതോ സന്തോഷിക്കണോ എന്ന് സത്യമായിട്ട് എനിക്കറിയില്ല. കാരണം അതുപോലുള്ള മണ്ടത്തരങ്ങളല്ലേ നീ ഒപ്പിക്കുന്നത്. ഇങ്ങനെ എന്ത് ചെയ്താലും എന്നെ നിരുത്സാഹപ്പെടുത്തില്ലേ ഡാഡി? എന്നും അനുഭവങ്ങളാ എന്റെ ഗുരു. എടാ, നിന്നിൽ നിന്നുള്ള അനുഭവങ്ങൾ വെച്ച് നോക്കുമ്പോ ഇതും പാളിപ്പോവാനാ സാധ്യത. ഇത്തവണ അങ്ങനൊന്നും സംഭവിക്കില്ല. കണ്ടറിയാം. ആ ദാ ആളെത്തി. ഹലോ, ഇതാ മഞ്ഞപത്രം മത്തായിയല്ലേ? അയ്യോ, മഞ്ഞപ്പത്രത്തിന്റെ പരിപാടിയൊക്കെ മത്തയച്ചിട്ട് പണ്ടേ നിർത്തി. ഇപ്പൊ പുള്ളിക്കാരന് സ്വന്തമായിട്ടൊരു ഓൺലൈൻ മീഡിയ ഉണ്ട്. അറിയാം, നമ്മുടെ പ്രതിപക്ഷ അതിന് ഫണ്ട് ചെയ്യുന്നേ. പേപ്പർ മാറി ഓൺലൈൻ ആയിരുന്നേ ഉള്ളൂ. വരുന്നത് മൊത്തം മഞ്ഞപത്രത്തിലെ വാർത്ത തന്നെയാണ്. ഇയാളെ കൊണ്ട് നമുക്ക് എന്ത് ഗുണമുണ്ടാവാനാ? പറയാം. വിളിക്കാം. ശരിടാ, ഓക്കെ, ബൈ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. 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 നമ്മൾ ഒരേ നാട്ടുകാരായിട്ടും ഇത്രയും കാലമായി നമുക്കൊന്ന് സഹകരിക്കാൻ പറ്റില്ലെന്നുള്ള വിഷമം എനിക്കുണ്ടായിരുന്നു. ഈ സഞ്ജിക്കുട്ടൻ കാരണം അത് മാർക്കിട്ടി. അപ്പോ സഞ്ജുക്കുട്ടൻ പറ, എന്താ നമ്മുടെ പരിപാടി? ഡാഡിക്കെതിരെ ഇത്രയും പ്രശ്നം ഉണ്ടാകാൻ കാരണം ഒരു സ്ത്രീയെ തല്ലിട്ടാണെന്ന് പറഞ്ഞല്ലേ? കോടതിയിലെ കേസ് നമുക്ക് എങ്ങനെയെങ്കിലും ജയിക്കാന്ന് കരുതാം. പക്ഷെ പ്രശ്നം ആളുകളുടെയും പാർട്ടിയുടെയും ഇടയിലുള്ള പ്രതിച്ഛായയാണ്. ഈ കാര്യത്തിൽ ഒരാൾ പോലും ഡാഡിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല. കാരണം മീഡിയക്കാരെല്ലാവരും സ്ത്രീ വിരുദ്ധരെന്ന് പറഞ്ഞ് മുദ്രകുത്തും. ഇതൊക്കെ എനിക്കും അറിയാവുന്ന കാര്യമാണ്. നീ നിന്റെ പ്ലാൻ എന്തെന്ന് പറ. തോക്കി കയറി വെടിവെക്കാതെ ഡാഡി, ഞാനൊന്ന് പറയട്ടെ. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല എന്നുള്ളതാണ്. മഹിമയ്ക്കെതിരെ ആളുകൾ സംസാരിക്കാൻ തുടങ്ങിയ നമ്മുടെ പ്രശ്നം തീരും. അതിനൊരു വഴിയേ ഉള്ളൂ. നമ്മൾ മഹിമയെ നാട്ടുകാരുടെ മുന്നിൽ ഒരു മോശക്കാരിയായിട്ട് കാണിക്കണം. മഞ്ജുവിന് ഞങ്ങളുടെ കുടുംബത്തിനോടുള്ള പകയെപ്പറ്റി നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അവളും മഹിമയും കൂടി ഒത്തുകളിച്ച് ഡാഡിയുടെ രാഷ്ട്രീയ ഭാവിയെ തകർക്കാൻ വേണ്ടി കളിച്ച ഒരു നാടകമാണിതെന്ന് നമ്മൾ വരുത്തി തീർക്കണം. ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ ഇപ്പൊ പണ്ടത്തെ കാലമൊന്നുമല്ല. എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ടാ നാട്ടുകാർ വിശ്വസിക്കില്ല. അവരതിനെപ്പറ്റി അന്വേഷിക്കും. സംഗതി നുണയാന്ന് മനസ്സിലായ ആകെ പ്രശ്നമാകും. മത്തായിച്ചേട്ടൻ ആദ്യമായിട്ടൊന്നുമല്ലോ നുണ പ്രസിദ്ധീകരിക്കുന്നത്. അതല്ല മോനെ, പ്രസിദ്ധീകരിക്കുന്ന നുണയാണെങ്കിലും അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ കുറച്ച് സത്യങ്ങളൊക്കെ വേണം. അല്ലെങ്കിൽ മൊത്തത്തിൽ പ്രശ്നമാകും. മിക്സ് ചെയ്യാൻ പാകത്തിന് പറ്റിയ സത്യങ്ങളൊക്കെ ഞാൻ തരാം. മഹിമ പവിത്ര ലോഡ്ജിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ട്. കൂടെ വന്ന കാമുകൻ ചതിച്ചാണെന്ന ഒരു സംസാരം. ഇത് മതി. ഇത് വെച്ച് ഞാൻ ഒരു കലക്കും. ഇതോടെ മഞ്ജു മഹിമയും പറയുന്ന ഒരു കാര്യവും നാട്ടുകാരോ പാർട്ടിയോ വിശ്വസിക്കരുത്. അത് ഞാൻ ഏറ്റു. ദക്ഷിണ വാർത്ത നല്ല കിടിലമായിരിക്കണം. മഹിമയെക്കുറിച്ച് കേൾക്കുമ്പോ തന്നെ ആൾക്കാർക്ക് അറയ്ക്കണം. അത് എന്റെ ഗ്യാരണ്ടി. എന്നാ ശരി. ആയിക്കോട്ടെ. എങ്ങനെയുണ്ട്? എടാ, നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നെന്ന് എനിക്കറിയില്ലായിരുന്നു.
ഇത്രയ്ക്കൊക്കെ നീ എങ്ങനെയാടാ ചിന്തിച്ചു കൂട്ടിയേ? എനിക്ക് ചിന്തിക്കാൻ കഴിവില്ലാത്തതുകൊണ്ടല്ല ഡാഡി, അതിനുള്ളൊരു അവസരം കിട്ടാത്തതുകൊണ്ടാ. ഇത് നിനക്ക് തന്നെ തോന്നിയ ഐഡിയ ആണോ? പിന്നെയല്ലാതെ എന്നെ ആര് സഹായിക്കാനാ ഡാഡി? വെരി ഗുഡ്. താങ്ക് യു ഡാഡി. താങ്ക്സ് മോളെ. ഗിരിയേട്ടാ, ചാ. എന്താ എത്ര ചിരിക്കാൻ മാത്രമുള്ളത്? നല്ല അടിപൊളിയായ ഒരു വാർത്ത കണ്ടു. അതിന്റെ സന്തോഷത്തിൽ അറിയാതെ ചിരിച്ചു പോയതാ. അതെന്താ വാർത്ത? ഞങ്ങളും കൂടി അറിയട്ടെ. കഴിഞ്ഞ ദിവസം ഭരണപക്ഷത്തിലെ അനിഷേധ്യ നേതാവും സത്യസന്ധമായ രാഷ്ട്രീയത്തിന്റെ വക്താവുമായ ഗോപാൽജി ഒരു കേസിൽപ്പെട്ട് മാധ്യമ വിചാരണയ്ക്ക് ഇരയായത് നമ്മൾ എല്ലാരും കണ്ടു കാണും. പക്ഷേ ഇതിന് സ്വന്തം പാർട്ടിയിലെ തന്നെ ചില നേതാക്കൾ നടത്തിയ ചരടുവലികളാണ് കാരണമെന്നാണ് ഇപ്പൊ ലഭിക്കുന്ന സൂചനകൾ. അതിനായി അവർ ഉപയോഗിച്ചത് മെഡിക്കൽ വിദ്യാർത്ഥിനിയായ മഹിമ മാധവൻ എന്ന പെൺകുട്ടിയാണ്. മഹിമയെ കൊണ്ടൊരു വ്യാജമായ പരാതി രേഖപ്പെടുത്തിയതിനു ശേഷം പരാതിക്കാരിയുടെ സഹോദരിയായ മഞ്ജു മാധവൻ എന്ന പോലീസുകാരിയാണ് ഗോപാൽജിയെ അറസ്റ്റ് ചെയ്തത്. ഗോപാൽജിയും പരാതിക്കാരിയുടെ അച്ഛൻ മാധവനും തമ്മിൽ ശത്രുതയുണ്ടെന്ന് നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന സത്യമാണ്. അതുകൊണ്ട് സഹോദരിമാർ ചേർന്ന് ഗോപാൽജിയെ കേസിൽ കുടുക്കിയതാണെന്ന് വ്യക്തമാണ്. തീർന്നിട്ടില്ല, ഇനിയാണ് രസമുള്ള ഭാഗം വരുന്നത്. മതി, നിർത്ത. വേണ്ട, മുഴുവൻ വായിക്കേ, എനിക്ക് കേൾക്കണം. പരാതിക്കാരിയായ മഹിമ മാധവനെ കുറിച്ച് ഞെട്ടിക്കുന്ന കഥകളാണ് നാട്ടിലുള്ളത്. പഠിക്കാൻ മിടുക്കിയായ മഹിമ അവളുടെ ബുദ്ധി പല കുറ്റകൃത്യങ്ങളും ചെയ്യാനാണ് ഉപയോഗിച്ചത്. മയക്കുമരുന്നിന് അടിമയായ മഹിമയ്ക്ക് ഒരുപാട് ആൺസുഹൃത്തുക്കളുണ്ടെന്ന് ഞങ്ങളുടെ അന്വേഷണത്തിൽ വ്യക്തമായി.